നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ ആശങ്ക ഉയർത്തി വീണ്ടും കവർച്ച പരമ്പര. ഇത്തവണ ടൗൺ പോലീസ് സ്റ്റേഷന് പരിസരത്തെ 4 കടകളിലാണ് കവർച്ച നടന്നത്. കാസർഗോഡ് ബോവിക്കാനം AUP സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. കുട്ടികളുടെ പുസ്തകങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. കാസർഗോഡ് ചീമേനിയിൽ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജനൽച്ചില്ല് തകർന്നു. നായാട്ട് സംഘം വെടിവെച്ചതെന്നാണ് നാട്ടുകാരുടെ സംശയം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ കാര്യങ്കോട് പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കാസർഗോഡ് നിയോജക മണ്ഡലത്തില യങ് ഇന്ത്യ പരിപാടി ചെറുക്കളയിൽ നടന്നു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും വിശദീകരണ യോഗവും നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ ആശങ്ക ഉയർത്തി വീണ്ടും കവർച്ച പരമ്പര. ഇത്തവണ ടൗൺ പോലീസ് സ്റ്റേഷന് പരിസരത്തെ 4 കടകളിലാണ് കവർച്ച നടന്നത്. കവർച്ചാ സംഘത്തിന്റെ CCTV ദൃശ്യം KCN ന്യൂസിന് ലഭിച്ചു. മോഷണം നടത്തിയ മൂവർ സംഘം ടൗൺ പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്നതും CCTVയിലുണ്ട്. കാസർഗോഡ് നഗരത്തെ ഞെട്ടിച്ച് 4 കടകളിലാണ് കവർച്ച നടന്നത്. ഒരിടത്ത് മോഷണ ശ്രമവും ഉണ്ടായി. ഇത്തവണ പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് കവർച്ച നടന്നത് എന്നത് ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ടൗൺ പോലീസ് സ്റ്റേഷന്റെ 500 മീറ്റർ ചുറ്റളവിൽ പ്രധാന റോഡിനോട് ചേർന്നുള്ള 4 കടകളിലാണ് കവർച്ച നടന്നത്. വിവിധ ഇടങ്ങളിലായി പണവും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കവർന്നു. ശനിയാഴ്ച രാത്രി 12 മണിക്കും ഞായറാഴ്ച പുലർച്ചെ 7 മണിക്കുമിടയിലുള്ള സമയത്താണ് സംഭവം. കറന്തക്കാട്ടെ ഇലക്ട്രോണിക്സ് കടയുടെ മുൻവശത്തെ ഷട്ടർ പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് മേശവലിപ്പ് കുത്തി തുറന്ന് 40,000 രൂപയും 10,000 രൂപ വില വരുന്ന മിക്സിയുമാണ് മോഷ്ടിച്ചത്. ഒരാൾക്ക് ചെരിഞ്ഞ് അകത്തു കയറാൻ പാകത്തിൽ ഷട്ടർ വലിച്ചുയർത്തിയാണ് കവർച്ച നടത്തിയത്. മുഖം മറച്ച 3 പേർ ഷട്ടർ തകർക്കുന്നതും ഒരാൾ അകത്ത് കയറുന്നതും മോഷണം നടത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. മോഷണം നടത്തി 15 മിനിറ്റിനകം സംഘം ടൗൺ പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്നതും CCTV ദൃശ്യങ്ങളിലുണ്ട്. തായലങ്ങാടിയിലെ ഹൈപ്പർ മാർക്കറ്റിന്റെ മുൻവശത്തെ ഷട്ടർ പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാക്കൾ 55,000 രൂപയാണ് കവർന്നത്. അശ്വിനി നഗറിലെ ബേബി ക്യാമ്പ് കടയുടെ ഷട്ടർ കുത്തി തുറന്ന് 7,000 രൂപ കവർന്നതായാണ് കണക്കാക്കുന്നത്. ഒരു പച്ചക്കറി കടയിൽ മോഷണം നടന്നതായും വിവരമുണ്ട്. കവർച്ചക്കാർ വിലസുമ്പോഴും പോലീസുകാരുടെ രാത്രികാല പട്രോളിംഗ് നിലച്ച അവസ്ഥയിലാണ്. പോലീസുകാരുടെ കുറവാണ് ഇതിന് തടസ്സമാകുന്നത് എന്നാണ് നൽകുന്ന വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബോവിക്കാനം AUP സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. കുട്ടികളുടെ പുസ്തകങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. രാവിലെ അധ്യാപകർ സ്കൂളിലെത്തിയപ്പോഴാണ് തീയിട്ടത് ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച രാവിലെ സ്കൂൾ തുറന്നപ്പോഴാണ് അതിക്രമ വിവരം അധികൃതർ അറിഞ്ഞത്. ജനൽ വഴി തീയിട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രീ പ്രൈമറി വിഭാഗം പ്രവർത്തിക്കുന്ന ക്ലാസ് മുറിയിലാണ് അതിക്രമം നടന്നത്. വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരുന്നു. പുറത്തുനിന്ന് ജനൽ വഴി അകത്തേക്ക് തീ കത്തിച്ചിടുകയായിരുന്നെന്ന് സംശയിക്കുന്നു. തീ ആളിപ്പടർന്നപ്പോൾ ബെഞ്ചുകളുടെ കാലുകളും കത്തിനശിച്ചു. നേരത്തെയും വേനലവധിക്കാലത്ത് സ്കൂളിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം നടന്നിരുന്നു. വാതിൽ തകർത്താണ് അന്ന് അതിക്രമം നടന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചീമേനിയിൽ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജനൽച്ചില്ല് തകർന്നു. നായാട്ട് സംഘം വെടിവെച്ചതെന്നാണ് നാട്ടുകാരുടെ സംശയം.
വെടിയുണ്ടയ്ക്ക് സമാനമായ വസ്തു കണ്ടെടുത്തു. ചീമേനി തുറവിലെ KTV പത്മനാഭന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ചന്തേര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചീമേനി തുറന്ന ജയിലിന് സമീപത്തെ തുറവിലെ KTV പത്മനാഭന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് സംഭവം. ജനൽ ചില്ല് തകർന്നു വീഴുന്ന ശബ്ദം കേട്ടാണ് ഇവരുണർന്നത്. മുറി പരിശോധിച്ചപ്പോഴാണ് വെടിയുണ്ട പോലുള്ള ഈയം പൂശിയ വസ്തു ലഭിച്ചത്. കാട്ടുപന്നിയടക്കമുള്ള മൃഗങ്ങൾ എത്തുന്നതിനാൽ നായാട്ടുകാരുള്ള മേഖലയാണിത്. പ്രദേശത്ത് നായാട്ടുകാരുടെ വെടിശബ്ദം കേൾക്കാറുണ്ടെന്നും വീട്ടുകാർ പറയുന്നു. രാത്രി 12:30-ക്ക് ജനലിൻ്റെ ചില്ലിൻ്റെ ഒച്ച കേട്ടിട്ട് എണീച്ചു. അപ്പം ചില്ല് വീണു. അതിൻ്റെ ഒപ്പം ഒരു ഉണ്ടി അകത്തേക്ക് കയറി വന്നു. വേഗം അടിച്ചു വാരി. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ പിന്നെയാണ് നമ്മൾ പുറത്തിറങ്ങുന്നത് തന്നെ. ലൈറ്റെല്ലാം ഇട്ടിട്ടാകുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ പിന്നെ ലൈറ്റെല്ലാം ഇട്ട് പുറത്തിറങ്ങി. ആരും കണ്ടിട്ടൊന്നുമില്ല. എന്തെന്നാണെന്ന് അറിയില്ല. വെടിയുണ്ട തന്നെയെന്നാണ് പോലീസും എല്ലാം പറയുന്നത്. അതേസമയം ഉണ്ട കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇത് തോക്കിൽ ഉപയോഗിക്കുന്നതല്ല എന്ന നിഗമനത്തിലാണുള്ളത്. ഇത്ര വലിപ്പമുള്ള വസ്തു തോക്കിൽ കയറില്ലെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. കൂടുതൽ പരിശോധനയ്ക്കായി ലോഹവസ്തു ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞു. വത്സലയുടെ പരാതിയിൽ വീട് ആക്രമിച്ചതിന് ചന്തേര പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ കാര്യങ്കോട് പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 61 വർഷം പഴക്കമുള്ള പഴയ പാലം ഇനി ഓർമ്മയാകും. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയായ കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെയുള്ള പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 61 വർഷം പഴക്കമുള്ള പഴയ പാലം ഇനി ഓർമ്മയാകും. പകരം പടിഞ്ഞാറ് ഭാഗത്ത് പുതിയൊരു പാലം കൂടി വരും. ഇതിന്റെ നിർമ്മാണത്തിനും തുടക്കമായി. കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയിലെ ഏറ്റവും വലിയ പാലമാണിത്. 1963 ഏപ്രിൽ 17-ന് അന്നത്തെ മുഖ്യമന്ത്രി R. ശങ്കറാണ് കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെയുള്ള ആദ്യത്തെ പാലം തുറന്നുകൊടുത്തത്. പാലം വരുന്നതിന് മുൻപ് കാര്യങ്കോട് പഴയ കടവിൽ നിന്ന് ചങ്ങാടത്തിലായിരുന്നു ആളുകളെ മറുകരയിലേക്ക് കൊണ്ടുപോയിരുന്നത്. 1957-ൽ ആദ്യ EMS സർക്കാർ പുതിയ രൂപരേഖ തയ്യാറാക്കിയാണ് പാലം പണി തുടങ്ങിയത്. മംഗലാപുരം ചെറുവത്തൂർ തീരദേശ റോഡ് എന്ന പേരിലാണ് അന്ന് പാത അറിയപ്പെട്ടത്. 302 മീറ്റർ നീളവും 16 മീറ്റർ വീതിയുമുള്ളതാണ് പുതിയ പാലം. പഴയ പാലത്തേക്കാൾ 90 മീറ്റർ നീളം കൂടുതലുണ്ട്. പുതിയ പാലത്തിന് 3 വരി പാതയാണ് പാലത്തിലുണ്ടാവുക. പഴയ പാലത്തിന്റെ അപകടാവസ്ഥ പരിഗണിച്ച് പുതിയ പാലം അടിയന്തരമായി തുറന്നു കൊടുക്കണമെന്ന് M. രാജഗോപാലൻ MLA ആവശ്യപ്പെട്ടിരുന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് നിയോജക മണ്ഡലം തല യങ് ഇന്ത്യ പരിപാടി ചെർക്കളയിൽ നടന്നു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് തലത്തിലുള്ള നേതാക്കളെ കണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ബന്ധപ്പെടുത്തുന്ന യങ് ഇന്ത്യ പരിപാടി അഭിനന്ദനാർഹമെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. യങ് ഇന്ത്യ ഇത് ഉദ്ദേശിക്കുന്നത് ബൂത്ത് തലത്തിൽ യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള വലിയ തീവ്ര പ്രവർത്തനമായാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മുമ്പോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ബൂത്ത് തലത്തിലും യൂണിറ്റ് തലത്തിലും യൂത്ത് കോൺഗ്രസ് പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു ഉത്തരവാദിത്വം ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് ഏറ്റെടുക്കണമെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആബിദ് ഇടച്ചേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, നേതാക്കളായ മനാഫ് നുള്ളിപ്പാടി, അബിൻ വർക്കി, VK ഷിബിന, OJ ജനീഷ്, അനുതാജ്, ജോമോൻ ജോസ്, അബ്ദുൾ റഷീദ്, മിഥുൻ മോഹൻ, വൈശാഖ്, ലയണൽ മാത്യു തുടങ്ങിയവർ പ്രവർത്തകരുമായി സംവദിച്ചു. ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പെരിയ, BP പ്രദീപ് കുമാർ, MC പ്രഭാകരൻ, CV ജെയിംസ്, റസാഖ്, ശ്രീനാഥ് ബദിയടുക്ക, സുജിത്, രഞ്ജിത്ത് കുണ്ടാർ, സൂരജ് കാറടുക്ക എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സബ് ട്രഷറിക്ക് മുൻപിൽ പ്രകടനവും വിശദീകരണ യോഗവും നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനം. പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക, മെഡിസിപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക, പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPA കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. KSSPA സംസ്ഥാന കൗൺസിലർ M. നാരായണ ഉദ്ഘാടനം ചെയ്തു. ഏതായാലും നമ്മൾ ഈ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നമ്മുടെ ജീവനക്കാർക്ക് ഇന്ന് 39 മാസത്തെ 19%
ഡി ആണ് നമുക്ക് കുടിശ്ശികയായിട്ട് ഉള്ളത്. നമ്മുടെ ഈ പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പായിട്ട് 2% DA നമുക്ക് അനുവദിച്ചു തന്നു. പക്ഷേ അതിന് മുൻകൂർ പ്രാബല്യം ഒന്നും തന്നില്ല. ആകെ 2% നമുക്ക് DA തന്നിട്ടുള്ളത്. അതോ ആ 39 മാസത്തെ DA അതിൻ്റെ കുടിശ്ശികയും ബാക്കിയുണ്ട്. നമ്മളൊന്ന് ഓർക്കണം, നമ്മൾ ഏതായാലും ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. നിയോജക മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി പുരുഷോത്തമൻ കാടകം, ജില്ലാ കൗൺസിലർ KP ബലരാമൻ നായർ, വനിതാ ഫോറം ജില്ലാ സെക്രട്ടറി VV ജയലക്ഷ്മി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P ശശിധരൻ മാസ്റ്റർ, ഉഷ അർജുൻ, KV മുകുന്ദൻ മാസ്റ്റർ, നിയോജക മണ്ഡലം വനിതാ ഫോറം ചെയർപേഴ്സൺ സുജാത KV തുടങ്ങിയവർ സംബന്ധിച്ചു. മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ മഴ പോലും വകവയ്ക്കാതെയുള്ള പെൻഷൻകാരുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നേകി 7 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമത്തിന് ഒരുങ്ങുന്നു. ഇതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് നാട്ടിലും മറുനാട്ടിലുമുള്ളവരെ പങ്കെടുപ്പിക്കുവാനുള്ള ഒരുക്കങ്ങൾക്ക് രൂപം നൽകും. 1954 8ാം തരം ക്ലാസ്സോടെ സ്ഥാപിതമായ സർക്കാർ സ്കൂളിന്റെ 70ാം വാർഷിക പരിപാടികൾക്കും അധ്യാപക രക്ഷാകർതൃ സമിതി രൂപം നൽകും. പൂർവ്വ വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മകളുടെയും സഹകരണത്തോടെ സ്കൂളിന്റെ വികസന നിധി സ്വരൂപണത്തിന് തുടക്കമിട്ട് ജൂലൈ 20-ന് ബക്കറ്റ് ബിരിയാണി ചാലഞ്ച് നടത്തുവാനും സ്കൂളിൽ ചേർന്ന PTA-യുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പ്രാഥമിക യോഗത്തിൽ തീരുമാനിച്ചു. സ്കൂളിൽ നിന്ന് SSLC VHSE പരീക്ഷകളിൽ ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് വിജയോത്സവവും ചടങ്ങിൽ നടന്നു. സംസ്ഥാന തലത്തിൽ കായിക ഇനങ്ങളിൽ നേട്ടമുണ്ടാക്കിയ പ്രതിഭകളെയും യോഗത്തിൽ അനുമോദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് AV ജിജി ആമുഖഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M രജീഷ് ബാബു, E ശശിധരൻ, സ്കൂളിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്ന റിട്ടയർഡ് അധ്യാപകൻ M നാരായണൻ, സ്കൂൾ മുഖ്യാധ്യാപിക EK ബൈജ, ഡോക്ടർ K സുധാകരൻ, സമദ് പേക്കടം, N റസീന, VPU മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിവിധ പരീക്ഷകളിലെ ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ തൃക്കരിപ്പൂർ കൊയോങ്കര മഹാത്മാ ജവഹർ പുരുഷ സ്വയം സഹായ സംഘം നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന സദസ്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. മംഗളൂരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബയോസയൻസിൽ PhD നേടിയ KP ഗംഗാരാജ്, ഫ്ലവേഴ്സ് TV മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ റിയാലിറ്റി ഷോയിലെ ഫൈനലിസ്റ്റ് കൃഷ്ണപ്രിയ എന്നിവരെയും അനുമോദിച്ചു. കൊയോങ്കര നോർത്ത് തൃക്കരിപ്പൂർ ALP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സദസ്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നല്ല മനുഷ്യനാവാൻ ആദ്യം ചെയ്യേണ്ടത് എല്ലാവരും പരസ്പരം അംഗീകരിക്കുക. നീയാണ് വരുന്നത് എന്ന് ഓരോ ആളെയും വീട്ടിലേക്ക് വരുന്ന അതിഥി ദൈവവും ഭവ, അതിഥി ദൈവത്തിന് തുല്യമാണ് എന്ന് കരുതി നമ്മൾ സ്വീകരിച്ചാൽ അങ്ങനെ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ആലോചിക്കാം. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് എപ്പോഴും സമൂഹത്തിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്നത്. സംഘം പ്രസിഡന്റ് PK വേണു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PV നാരായണൻ, ട്രഷറർ C സേതുമാധവൻ, M രജീഷ് ബാബു, M രാഘവൻ മാസ്റ്റർ, K ശശി നാരായണൻ, P ഭാസ്കരൻ നായർ, TV ആനന്ദകൃഷ്ണൻ, MP രാജേഷ്, T ജയചന്ദ്രൻ മാസ്റ്റർ, P സുഷമ, K പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തളങ്കര ഗവൺമെന്റ് മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂൾ 1975 SSLC ബാച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 50-ലധികം ഡോക്ടർമാർ പങ്കെടുത്ത ക്യാമ്പിൽ വിവിധ വിഭാഗങ്ങളുടെ സേവനങ്ങൾ ഒരുക്കിയിരുന്നു. തളങ്കര ഗവൺമെന്റ് മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിലെ 1975 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി. ക്യാമ്പിന് കേരളത്തിലെയും കർണാടകയിലെയും പ്രമുഖരായ 50-ലധികം ഡോക്ടർമാർ നേതൃത്വം നൽകി. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ലാബ് പരിശോധനകളും എക്സ്റേ, ECG സ്കാനിംഗ് എന്നിവയും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകളും സൗജന്യമായി നൽകിയിരുന്നു. ജില്ലയിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ചതെന്നും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ ക്യാമ്പിലേക്ക് എത്തിയതായും ഭാരവാഹികൾ പറഞ്ഞു. 5000-ഓളം പേഷ്യൻസിനെ ഇന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതിൽ കൂടുതലായിട്ടുള്ള രോഗികളാണ് വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സുഗമമായ രീതിയിൽ ക്യാമ്പ് പ്രവർത്തനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ വൈദ്യസഹായങ്ങളും നൽകി വരുന്നുണ്ട്. ക്യാമ്പ് വൻ വിജയമാക്കി തീർക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു.
ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നടത്തണം. ഞങ്ങളുടെ ചെയർമാൻ ടി.എ. ഷാവുൽ ഹമീദ് തൻ്റെ എല്ലാവിധ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ സമയവും സമ്പത്തുമൊക്കെ ഇതിനുവേണ്ടി മാറ്റിവെച്ചുകൊണ്ട് 75 മൈൽസിൻ്റെ പ്രവർത്തനത്തിന് കൈമെയ് മറന്ന് സഹകരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്, അതിൽ അഭിമാനമുണ്ട്. ഇത്തരത്തിലുള്ളൊരു മെഡിക്കൽ ക്യാമ്പ് കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ, തളങ്കരയുടെ ചരിത്രത്തിൽ ഇത് ആ ചരിത്രമൊക്കെ തിരുത്തിക്കുറിച്ച ക്യാമ്പാണെന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നേരത്തെയും നിരവധി ജീവകാരുണ്യ പ്രവർത്തികൾ സംഘടിപ്പിച്ചിരുന്നു. ബഷീർ വോളിബോൾ, ടി.എ. ഖാലിദ്, എം.എം. അഹമ്മദ്, എം.എ. ലത്തീഫ്, ഡോക്ടർ ഫിയാസ്, മുസ്തഫ, കബീർ PM, മജീദ് ടി.എ., സുലൈമാൻ കെ, മുഹമ്മദ് കുഞ്ഞി PA, പട്ല മുഹമ്മദ് കുഞ്ഞി മാഷ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ നേതൃത്വത്തിൽ വിദ്യാനഗർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ബ്ലാക്ക് വോൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന പ്രതിഷേധത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് 12ാം ശമ്പള പരിഷ്കരണം 2024 ജൂലൈ 1 മുതൽ ലഭ്യമാവണമെന്നിരിക്കെ ഇതുവരെ ശമ്പള കമ്മീഷനെ പോലും നിയമിക്കാതെ അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിലും രൂക്ഷമായ വിലക്കയറ്റം നേരിടുന്ന സാഹചര്യത്തിൽ കുടിശ്ശികയായ 6 ഗഡു ക്ഷാമബത്ത നിഷേധിക്കുന്നതിനുമെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. SU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടത്തിയും ബ്ലാക്ക് വോൾ തീർത്ത് നടന്ന പ്രതിഷേധം സംസ്ഥാന ട്രഷറർ നാസർ നങ്ങാരത്ത് ഉദ്ഘാടനം ചെയ്തു. ജീവാനന്ദം എന്ന പേരിൽ വീണ്ടും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാശ് അവരുടെ പോക്കറ്റിൽ കാലിയായ പോക്കറ്റ് ഉള്ളതൊട്ടുകൂടെ എടുക്കുന്നതിന് വേണ്ടി ജീവാനന്ദം എന്ന് പറഞ്ഞ് ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്ന് ആനുവിറ്റി സ്കീമുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താ വിഭാവനം ചെയ്യുന്നത്? ഈ 10 മുതൽ 25% വരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ബേസിക്കിൽ നിന്ന് പിടിച്ചുകൊണ്ട് ചുരുക്കത്തിൽ എവിടെ എത്തിക്കുന്നു എന്നറിയോ? അവസാനം ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കിട്ടിയിരിക്കുന്നവർക്ക് പോലും ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. അതായത് ഭാവിയിൽ ഈ കൊടുക്കുന്നത് മാത്രമേ കിട്ടൂ എന്നുള്ള തരത്തിൽ. സംസ്ഥാന സെക്രട്ടറി OM ഷെഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് KNP മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടേറിയറ്റ് മെമ്പർ TA സലീം, അബ്ദുറഹ്മാൻ നെല്ലിക്കട്ട, സാദിഖ് M, ഹംസത്ത് KP, റാഷിദ KA, മുസ്തഫ ഒടയഞ്ചാൽ, അഷ്റഫ് ചെർക്കള, അസൈനാർ ഹിദായത്ത് നഗർ, ഇക്ബാൽ TK, മുഹമ്മദ് അലി വയനാട്, ഷംസു മല്ലം തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി OM ഷിഹാബ് സ്വാഗതവും ട്രഷറർ അഷ്റഫ് അത്തൂട്ടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടത്തുന്ന യങ് ഇന്ത്യ പരിപാടിക്ക് തുടക്കമായി. സംഗമത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. ദേശീയ പ്രസിഡന്റ് BV ശ്രീനിവാസ് ഉദ്ഘാടനം നിർവഹിച്ചു. നവ ഇന്ത്യയ്ക്ക് യുവശക്തി എന്ന പ്രമേയവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്ത് നടത്തുന്ന ബൂത്ത് തല നേതൃസംഗമത്തിന് തുടക്കമായി. യങ് ഇന്ത്യ എന്ന പേരിൽ നടത്തുന്ന സംഗമത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് ദേശീയ പ്രസിഡന്റ് BV ശ്രീനിവാസ് നിർവഹിച്ചു. राहुल गांधी जी को, हमारे इंचार्ज कृष्णा जी को और ऑर्गेनाइजेशन जनरल सेक्रेटरी इसमें गोपाल जी ने हम लोगों को बोला, इस विधानसभा चुनाव में यूथ कांग्रेस ने सबसे ज्यादा मेहनत और जो रोल सरकार लाने में किया करके ये बात हम लोगों को सुनना है. जब भी मैं कासरगोड आता हूँ जो मेरे को हमेशा याद आता है. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണം എങ്ങനെയാണോ അതേ രീതിയിലാണ് കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. മുന്നോട്ട് പോകുന്നത് ചെയ്യും. നാളെ നമ്മുടേതാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഈ ഇന്ത്യ മഹാരാജ്യത്തിനുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മൾ
KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ, KPCC സെക്രട്ടറി M അസേനാർ, ഡോക്ടർ ഖാദർ മാങ്ങാട്, UDF ജില്ലാ കൺവീനർ A ഗോവിന്ദൻ നായർ, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിമാരായ വൈശാഖ് നാരായണ സ്വാമി, CB പുഷ്പലത, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ OJ ജനീഷ്, അബിൻ വർക്കി, അനുതാജ്, VK ഷിബന, ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ്, ജോമോൻ ജോസ്, ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു. നിയമസഭാ മണ്ഡലം അടിസ്ഥാനത്തിലാണ് യങ് ഇന്ത്യ ക്യാമ്പയിൻ നടക്കുന്നത്. ആദ്യ ദിവസം കാസർഗോഡ് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും പൂർത്തിയായി. തിങ്കളാഴ്ച കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, അഴീക്കോട് മണ്ഡലങ്ങളിലും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാലഗോകുലം കാഞ്ഞങ്ങാട് ജില്ലാ വാർഷിക സമ്മേളനം നടന്നു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം പ്രശസ്ത സിനിമാ സീരിയൽ നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സാംസ്കാരിക പ്രസ്ഥാനമായ ബാലഗോകുലം കാഞ്ഞങ്ങാട് ജില്ലാ വാർഷിക സമ്മേളനം നടത്തി. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം പ്രശസ്ത സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. അവരെ നന്മകൾക്ക് വേണ്ടിയിട്ടാണ് ഏത് സംഘടന പ്രവർത്തിക്കുന്നത്. അല്ല, അവരെ നല്ല രീതിയിലേക്ക് വളർത്താനാണ് എന്റെ സംഘടന. അത് ഏത് സംഘടനയായാലും അത് നമുക്ക് അറിയാം. അത് അവരെ കാര്യങ്ങൾ ബാലസഭാന്റെ നല്ല കാര്യങ്ങളെല്ലാം അതിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. നന്മ തന്നെയാണ് ഏത് സംഘടന പ്രതിപാദിക്കുന്നത്. കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾക്ക് ബോധം വളർത്താനും അവരെ നമ്മുടെ സംസ്കാരവും നമ്മുടെ കാര്യങ്ങളൊക്കെ മറവിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും കൂടെ കൊണ്ടുപോകാനാണ്. കാരണം നമ്മൾ പഴയ തലമുറ അങ്ങനെ മാത്രം ഉണ്ടാക്കി വെച്ചാണ് ഓരോ കാര്യങ്ങൾ. അന്ന് ഉണ്ടാക്കിയത് നമുക്ക് നഷ്ടാവുകയാണ്. ശരിക്കും അത് നഷ്ടപ്പെടുത്താൻ പറ്റൂല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മളെ കുഞ്ഞുമക്കളൊക്കെ വളർന്നു വരുന്നതും അവരുടെ നന്മകൾക്ക് വേണ്ടിയിട്ടും അല്ല അവരെ ചെയ്ത കാര്യങ്ങളൊക്കെ പഴയ തലമുറ കണ്ടു പഠിക്കേണ്ടതുമാണ്. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ C ബാബു അധ്യക്ഷത വഹിച്ചു. ബാലഗോകുലം സംസ്ഥാന സമിതി അംഗം സ്മിത വത്സലൻ മുഖ്യപ്രഭാഷണം നടത്തി. രാഷ്ട്രീയ സ്വയം സേവക് സംഘം കാഞ്ഞങ്ങാട് ജില്ലാ സേവ പ്രമുഖ് P കൃഷ്ണൻ ഏച്ചിക്കാനം, സംസ്ഥാന കാര്യാലയ പ്രമുഖ് MR പ്രമോദ്, കണ്ണൂർ മേഖലാ ട്രഷറർ K രാധാകൃഷ്ണൻ, ജില്ലാ രക്ഷാധികാരി KV ഗണേശൻ, ജില്ലാ ഭഗിനി പ്രമുഖ സുമാ രാജൻ, മേഖലാ സമിതി അംഗം ജയരാമൻ മാടിക്കാൽ, വിദ്യാധരൻ ഇടുവുങ്കാൽ എന്നിവർ സംസാരിച്ചു. ബാലഗോകുലം ജില്ലാ സെക്രട്ടറി M ബാബു സ്വാഗതവും ജില്ലാ ട്രഷറർ ഭരതൻ വയലാംകുഴി നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി ഡോക്ടർ C ബാബുവിനെ ജില്ലാ പ്രസിഡന്റായും A ഭരതനെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. സുരേഷ് P പടിഞ്ഞാറേക്കരയെ ജനറൽ സെക്രട്ടറിയായും, പ്രവീൺ കോടോത്ത്, P മധു കോട്ടപ്പാറ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, M ബാബുവിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. അനിത ബാബു ഭഗിനി പ്രമുഖ, സുമാ രാജൻ സഹഭഗിനി പ്രമുഖ, TV അശോകൻ സമിതി അംഗം, ഉണ്ണിമായ ശാസ്താംകൈ ജില്ലാ ബാലസമിതി അധ്യക്ഷ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ആറങ്ങാടി പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സൗദം ലീഗ് ഓഫീസ് ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. ആറങ്ങാടി പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സൗദം ലീഗ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിച്ചു. അവിടെ വരണമെന്ന് ആഗ്രഹിച്ചതാണ്. നിങ്ങളുടെ ക്ഷണം ഉണ്ടായിരുന്നു. അതിന് അനുസൃതമായിട്ട് നമ്മൾ പരിപാടികളൊക്കെ തയ്യാറാക്കിയതുമായി അവിടെയും തൊട്ടടുത്ത 2 പ്രദേശങ്ങളിലെയും പരിപാടി. ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. ഗൾഫുകാരോടൊക്കെ പറഞ്ഞു, വെറുതെ നാട്ടിലേക്ക് പൈസ ഒന്നും അയച്ചിട്ട് വീടൊന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾ ആട്ടി ഓടിക്കാൻ പോവാണ്. ഈ രാജ്യം ആരുടേതാണ്? മുസ്ലിം ലീഗ് CH മുഹമ്മദ് കോയ സാഹിബ് മുതൽ ലീഗിന്റെ രാഷ്ട്രീയം പഠിപ്പിച്ച മുഴുവൻ നേതാക്കന്മാരും നിങ്ങളോട് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. ഇത് നിന്റെ മണ്ണാണ്, നിന്റെ മണ്ണ്. ആരെങ്കിലും ഈ രാജ്യം നിന്റേതെന്നല്ലോ അല്ലെന്ന് പറഞ്ഞാൽ ഈ മണ്ണെടുത്ത് മണപ്പിച്ചു കൊടുക്കണം അവനെ. നിന്റെ പിതാവിന്റെ ചോരയുടെ മണം ആ മണ്ണിലുണ്ട്. നിന്റെ വല്യപ്പയുടെ ഈ രാജ്യത്തിന് വേണ്ടി പൊരുതു മരിച്ച സ്വാതന്ത്ര്യത്തിന്റെ മണം ആ മണ്ണിലുണ്ട്. ലവക്കുട്ടിയുടെയും ചേക്കുട്ടിയുടെയും ആലിമുതലിയാരുടെയും ചെമ്പൻ പോക്കരുടെയും കഥ പറഞ്ഞ് CH അവന്റെ സിരകളിൽ തീ നിറക്കുമായിരുന്നു. GCC നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ അബ്ദുള്ള ആറങ്ങാടി സ്വാഗതം പറഞ്ഞു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ MK റഷീദ് അധ്യക്ഷത വഹിച്ചു.
കലക്ടർ മാഹിൻ ഹാജി, അഷ്റഫ് എടനീർ, അഡ്വക്കേറ്റ് എൻ എ ഖാലിദ് എന്നിവർ സംസാരിച്ചു. റസാഖ് മൗലവി ഖിറാത്ത് നടത്തി. ടി ഡി കബീർ, ബഷീർ വെള്ളിക്കോത്ത്, കെ കെ ബദറുദ്ദീൻ, സി കെ റഹ്മത്തുള്ള, കെ കെ ജാഫർ, എം പി ജാഫർ, മുബാറക് ഹുസൈനാർ ഹാജി, അബ്ദുറസാഖ് തായലക്കണ്ടി, സി എച്ച് അഹമ്മദ് കുഞ്ഞി ഹാജി, ഷംസുദ്ദീൻ മാണിക്കോത്ത്, നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളായ ടി അസീസ്, കെ കെ ഷിഹാബ്, ഹാഷിം കക്കാട്, ജൌഹർ, ഹനീഫ് ബാവാനഗർ, ബഷീർ പാറപ്പള്ളി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്ബ് 2024-25 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. മേലാങ്കോട്ട് ലയൺസ് സിൽവർ ജൂബിലി ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ലയൺസ് പ്രസ്ഥാനത്തിന്റെ കാലിക പ്രസക്തി സമൂഹം തിരിച്ചറിയുന്നത് കൂടുതൽ സേവന പ്രവർത്തനങ്ങൾ മാനവരാശിക്ക് വേണ്ടി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണെന്ന് ലയൺസ് പാസ്റ്റ് മൾട്ടിപ്പിൾ കമ്മിറ്റി ചെയർമാനും കേരള PDG ഫോറത്തിന്റെ പ്രസിഡന്റുമായ സുരേഷ് കെ അഭിപ്രായപ്പെട്ടു. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ 2024-25 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് മേലാങ്കോട്ടെ ലയൺസ് സിൽവർ ജൂബിലി ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024-25 വർഷത്തെ കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റായി പി ശ്യാം പ്രസാദ്, സെക്രട്ടറിയായി ജിബ്സൺ അലക്സ്, ട്രഷററായി യതീൻ ചെരിപ്പാടി എന്നിവർ ചുമതലയേറ്റു. ജോയിന്റ് സെക്രട്ടറിയായി മധു മഠത്തിൽ, വൈസ് പ്രസിഡന്റുമാരായി ജയകൃഷ്ണൻ PV, സതീഷ് K തോമസ്, കണ്ണൻ P എന്നിവരും സ്ഥാനമേറ്റു. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് വി സജിത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ എലക്ട് ടൈറ്റസ് തോമസ് സ്കോളർഷിപ്പ് വിതരണം നടത്തി. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ കെ ശ്രീനിവാസ് ഷേണായി മുഖ്യപ്രഭാഷണം നടത്തി. ചീഫ് ഡിസ്ട്രിക്ട് അഡ്വൈസർ കെ ഗോപി, നവീൻ കുമാർ, പ്രദീപ് കീരേരി, എഞ്ചിനീയർ കുഞ്ഞിരാമൻ നായർ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ PV രാജേഷ് സ്വാഗതവും കോർഡിനേറ്റർ PP കുഞ്ഞികൃഷ്ണൻ നായർ നന്ദിയും പറഞ്ഞു. രംഗപൂജയോടെ തുടങ്ങിയ പരിപാടിയിൽ സ്മൃതി രാധു പ്രാർത്ഥനാഗാനം ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ ആശങ്ക ഉയർത്തി വീണ്ടും കവർച്ച പരമ്പര. ഇത്തവണ ടൗൺ പോലീസ് സ്റ്റേഷന് പരിസരത്തെ 4 കടകളിലാണ് കവർച്ച നടന്നത്. കാസർഗോഡ് ബോവിക്കാനം AUP സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. കുട്ടികളുടെ പുസ്തകങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. കാസർഗോഡ് ചീമേനിയിൽ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജനൽച്ചില് തകർന്നു. നായാട്ട് സംഘം വെടിവെച്ചതെന്നാണ് നാട്ടുകാരുടെ സംശയം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ കാര്യങ്കോട് പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കാസർഗോഡ് നിയോജക മണ്ഡലതല യങ് ഇന്ത്യ പരിപാടി ചെറുക്കളയിൽ നടന്നു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും വിശദീകരണ യോഗവും നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.